യുദ്ധത്തിന് ഇറാനെ സഹായിച്ചത് ചൈനയുടെ ഉപഗ്രഹങ്ങളെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഇതിനിടയിൽ തന്നെ അമേരിക്ക ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചിരുന്നു. ഇത്ര കൃത്യമായ രീതിയിൽ ഇറാന് ആക്രമിക്കാൻ സാധിക്കുന്നത് എന്തെല്ലാം സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്, ഇത് ആരൊക്കെയാണ് തരുന്നത്, ഇത് എങ്ങനെയാണ് കിട്ടിയത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണ കമ്മീഷൻ വെക്കുകയും ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ കുറഞ്ഞൊരു ഭാഗം മാത്രമാണ് പുറത്തു വന്നത്. ഉപഗ്രഹ സഹായം ചൈനയും റഷ്യയും ചെയ്യുന്നുണ്ട് എന്ന് ഏറെക്കുറെ ബോധ്യമായിരുന്നു. എന്നാൽ ഫിനാൻഷ്യൽ ടൈംസ് കുറച്ചും കൂടി അപ്പുറം കടന്നുകൊണ്ടാണ് പറയുന്നത് 2024 ചൈനീസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരു കരാറിൽ ഇറാൻ ഏർപ്പെടുകയും അങ്ങനെ ഉപഗ്രഹങ്ങൾ ചൈന ഇറാന് വിൽക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഉപഗ്രഹം എന്ന് പറഞ്ഞാൽ അതുവരെ ഇറാൻ ഉപയോഗിച്ചതിനേക്കാൾ 10 ഇരട്ടി നല്ല ക്ലാരിറ്റിയോട് കൂടി ചിത്രങ്ങൾ നൽകാൻ മാത്രം കഴിവുള്ളതാണ്. ചൈന ഇറാന് നൽകുന്നതിനുള്ള താല്പര്യം പറയുന്നുണ്ട്. അത് എന്താണെങ്കിലും ചൈനയുടെയും ഇറാൻ്റെയും ശത്രു അമേരിക്ക തന്നെയാണ്. അമേരിക്കക്കെതിരെ ഇത് ഉപയോഗിക്കുമെന്ന് പറയുമ്പോൾ ചൈനക്ക് അത് വലിയൊരു ആശ്വാസം കിട്ടുകയും ചെയ്യും. ആ തരത്തിൽ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ചൈന നൽകിയത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഉപഗ്രഹ ചിത്രങ്ങൾ ഇത് ഇറാൻ്റെ കണ്ണുകളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഫിനാൻഷ്യൽ ടൈം പറയുന്നു യഥാർത്ഥത്തിൽ അത് ഉപഗ്രഹമാണ് എന്നല്ല, അത് ഇറാൻ്റെ കണ്ണുകളാണ്. ഇറാൻ്റെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ ദീർഘദൃഷ്ടിയുള്ള കണ്ണുകൾ. 1000-10,000 കിലോമീറ്റർ വരെ അവർക്ക് വേണമെങ്കിൽ ഈ കണ്ണ് ഉപയോഗിച്ചുകൊണ്ട് കാഴ്ച നേടാൻ വേണ്ടി സാധിക്കും. അതിന് പറയുന്ന കാര്യം എങ്ങനെയാണ്, അമേരിക്കയുടെ മിയാമി എന്ന് പറയുന്ന സ്ഥലം അത് ഏറെക്കുറെ കടലേരിയയായിട്ട് ബന്ധപ്പെട്ടതാണ്. അവിടേക്ക് ഇറാനിൽ നിന്നുള്ള ദൂരം കണക്കാക്കുന്നത് 9500 കിലോമീറ്ററാണ്. 10,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ്റെ കൈവശത്തിലുണ്ട്. അത് ആദ്യം ഇബ്രാഹിം റൈസിയുടെ കാലഘട്ടത്തിൽ ആയത്തുള്ള അലി ഖംനായി പുറത്തിറക്കിയതിന് ശേഷം പിന്നീട് അതിനെക്കുറിച്ച് റിപ്പോർട്ടൊന്നും പുറത്തു വന്നിട്ടില്ല. ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു പുറത്തിറക്കിയിരുന്നു 10,000 കിലോമീറ്ററുള്ള മിസൈലുകൾ തങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിനെക്കുറിച്ച് ഒരു പഠന റിപ്പോർട്ട് അമേരിക്കയിൽ നിന്ന് പുറത്തു വന്നത് അതിൻ്റെ തന്ത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൊറിയയാണ് ഇറാൻ ചെയ്തു നൽകിയത്. അവരുടെ നയതന്ത്രത്തിലൂടെയുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് ഒരു പൂർത്തീകരണം നൽകിയത് എന്നുള്ളതാണ്. സാങ്കേതിക സംവിധാനങ്ങളൊക്കെ കൊറിയ നൽകിയിട്ടുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ 10,000 കിലോമീറ്റർ എന്ന് പറയുന്ന സമയത്ത് ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനിൽ നിന്ന് അമേരിക്കയുടെ അതിർത്തിയായിരിക്കുന്ന മിയാമിയിലേക്ക് 9,500 കിലോമീറ്ററാണ് ദൂരപരിധിയുള്ളത്. യുദ്ധം കഠിനമാവുകയും അതിൻ്റെ നാശനഷ്ടങ്ങൾ ഇറാനിൽ കൂടുകയും നേരിട്ട് കൊണ്ട് അമേരിക്ക ആക്രമിക്കേണ്ട സ്ഥിതി വരികയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മിയാമി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. മാത്രവുമല്ല 15,000 കിലോമീറ്ററിൻ്റെ ദൂരപരിധിയുള്ള മിസൈൽ കൊറിയയുടെ കൈവശത്തിലുണ്ട്. അത് വേണമെങ്കിൽ ഇറാന് നൽകാൻ അവർ തയ്യാറാണെന്ന് പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്. തങ്ങളൊരു ആണവായുധം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കുന്നത് അത് കൊറിയയുടെ പ്രസിഡന്റ് കിം ജോൺ ഉന്ന് പറഞ്ഞതാണ്. തങ്ങൾ ഒരാണവായുധം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കാത്ത രാജ്യമാണ്. അങ്ങനെ തങ്ങൾക്ക് താല്പര്യം കാണിക്കുകയും ഉപയോഗിക്കേണ്ട സ്ഥിതിയും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾ പരീക്ഷണം നടത്തുക അമേരിക്കയുടെ തലയിലായിരിക്കും എന്നുള്ളത് അമേരിക്കയോട് തന്നെ പറഞ്ഞ കാര്യമാണ്. തങ്ങളുടെ ആണവായുധം നിങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്, അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കരുത്. ഈ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അനുഭവിക്കുന്ന ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസ ബുദ്ധിമുട്ടുകൾ അവർ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ, അത് നിർമ്മിക്കപ്പെട്ട അമേരിക്ക അനുഭവിക്കേണ്ടേ? അതിന് നിങ്ങളുടെ തലസ്ഥാന നഗരി പോലെയുള്ള മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങളത് വിക്ഷേപിക്കില്ല എന്ന് പറയാനൊന്നും പറ്റില്ല എന്നുള്ളതായിരുന്നു അന്ന് കിം ജോൺ ഉന്ന് പറയപ്പെട്ട കാര്യം. ഇപ്പോഴത്തെ ഇതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്ന സമയത്ത്, അതായത് ഫിനാൻഷ്യൽ ടൈംസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ സൗദി അറേബ്യ, ജോർദാൻ, ബഹ്റൈൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ താവളങ്ങൾ ആദ്യത്തെ ആഴ്ച തന്നെ, യുദ്ധം തുടങ്ങിയതിൻ്റെ ആദ്യത്തെ ആഴ്ച തന്നെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. കൃത്യമായ രീതിയിലാണ് ആക്രമണം നടന്നത്. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് മാത്രമല്ല, സൗദി അറേബ്യയിൽ ആ സമയത്ത് അമേരിക്കയുടെ രണ്ടിൽ കൂടുതലോ അമേരിക്കയുടെ ഈ യുദ്ധവിമാനങ്ങളുണ്ടായിരുന്നു. ഈ യുദ്ധവിമാനം തകരുകയും തീപിടിക്കുകയും ചെയ്തു. ഒന്ന് അപ്പാടെ തന്നെ കത്തിപ്പോയി. രണ്ടിടത്തിൽ വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചു. സൈനികരുടെ മരണം നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ഈ പ്രധാനപ്പെട്ട ഏരിയകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. എയർപോർട്ടിൻ്റെ സിംഹഭാഗത്തും അതുമായി ബന്ധപ്പെട്ട് തീപ്പൊരി ചെതറിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് നാശനഷ്ടങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് ഇറാൻ്റെ തെഹ്റാനിൽ വെച്ചുകൊണ്ടാണ്
ഈ വിക്ഷേപണം നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഈ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഈ ഫിനാൻഷ്യൽ ടൈംസിൻ്റെ ഭാഗമായിട്ട് പറയുന്ന കാര്യം അങ്ങനെയാണ്. അപ്പോൾ അവിടുന്ന് വളരെ കൃത്യതയോടുകൂടി സൗദി അറേബ്യയിലെ ഇന്ന സ്ഥലത്ത്, അത് കർജ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തിക്കപ്പെടുന്ന എയർപോർട്ട് ഉള്ളത്, അവിടെ വളരെ കൃത്യതയോട് കൂടിയിട്ട് പതിക്കുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സൂക്ഷ്മത, ഒരു കൃത്യത അത് അറിയേണ്ടതാണ് എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞത്. അങ്ങനെയാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. പിന്നെ ജോർദാൻ എന്ന് പറഞ്ഞാൽ ഈ മേഖലയ്ക്ക് ജോർദാൻ അമേരിക്കയുടെ സഖ്യകക്ഷി മാത്രമല്ല, ഇസ്രായേലിൻ്റെ സഖ്യകക്ഷിയാണ്. വെറും സഖ്യകക്ഷിയല്ല, നയതന്ത്ര ബന്ധത്തിനപ്പുറം സൗഹൃദ ബന്ധമുണ്ട്. വലിയ രീതിയിൽ ഡെപ്പോസിറ്റ് ജോർദാൻ ഇസ്രായേൽ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അമേരിക്കയുടെ ബാങ്കിലും ഇട്ടിട്ടുണ്ട്. അങ്ങനെ ആ സാമ്പത്തികപരമായ രീതിയിൽ ഭരണാധികാരികളും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് ഈ ബിസിനസ് നടത്തുന്ന ഒരു രീതി പോലും ഉള്ള രാജ്യമാണ് ജോർദാൻ. അപ്പോൾ ഈ ജോർദാനിൽ അമേരിക്കയുടെ സൈനിക ബേസ് ഉണ്ട്. ആദ്യത്തെ 2024 ആദ്യം ഇവിടെ ആക്രമിക്കപ്പെട്ടത്. അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുള്ള ആക്രമണത്തിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിന് തിരിച്ചടി പിന്നീട് 15 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇറാഖിൽ കൊണ്ടുപോയിട്ട് അമേരിക്ക കൊടുത്തത്. ഈ ജോർദാൻ എന്ന് പറയുന്നത് ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ ലെബനാൻ കേന്ദ്രീകരിച്ചാണ് ആക്രമിക്കപ്പെട്ടത് അന്ന്. പക്ഷേ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഒരു കൃത്യത മനസ്സിലാക്കാൻ വേണ്ടി സമയമെടുത്തു, ദിവസമെടുത്തു. വലിയ പ്രതിഷേധം പിന്നീട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിൽ ഉണ്ടായതിനു ശേഷമാണ് തിരിച്ചടിക്കണം എന്നുള്ളത് അമേരിക്കയ്ക്ക് തന്നെ തോന്നിയത്. അപ്പം 1967 ഇസ്രായേൽ യുദ്ധം നടക്കുന്നു. യുദ്ധം നടന്നതിന് ശേഷം ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന യുദ്ധത്തിലെ പ്രധാന കക്ഷിയായിരുന്നു ജോർദാൻ. അന്ന് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയതിൽ ജോർദാൻ പങ്കുവച്ചിട്ടുണ്ട്. പിന്നീട് യുദ്ധത്തിൽ അറേബ്യൻ രാജ്യങ്ങൾ പരാജയപ്പെട്ട സമയത്താണ് ഇപ്പോഴത്തെ ഫലസ്തീൻ്റെ ഭാഗമായിരിക്കുന്ന വെസ്റ്റ് ബാങ്ക് ജോർദാനിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുക്കുന്നത്. ഗസ ഈജിപ്തിൻ്റെ ഭാഗമാണ്. ജോർദാൻ്റെ ഭാഗത്തുനിന്ന് ഈ ലെബനാൻ്റെ ഭാഗത്തുനിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. സിറിയയുടെ ഭാഗത്തുനിന്ന് ഗോലാൻ കുന്നുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ സർവ്വ മേഖലയിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് അന്നുണ്ടായിരുന്ന ഇസ്രായേലിനെ 4 ഇരട്ടി ഭൂമി അധികമായിട്ട് കൂട്ടിയത് 1967 അറബ് ഇസ്രായേൽ യുദ്ധമാണ്. അപ്പോൾ യുദ്ധത്തിൽ പരാജയം ഉണ്ടായെന്ന് മാത്രമല്ല, സർവ്വരാജ്യങ്ങൾക്കും അവരുടെ ഭൂപ്രദേശം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു നഷ്ടം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൗദി അറേബ്യ പറഞ്ഞു, ജോർദാൻ പറഞ്ഞു. പിന്നെ ബഹ്റൈനും ഇറാഖിൽ അമേരിക്കയ്ക്ക് ബേസുണ്ട്. ആ ബേസ് എന്ന് വെച്ചാൽ ഈ ഇറാഖും കുവൈറ്റും തമ്മിലുണ്ടായ യുദ്ധത്തോടനുബന്ധിച്ച് ഇറാഖും അമേരിക്കയും തമ്മിലുണ്ടാക്കിയിരിക്കുന്ന കരാർ, അതായത് സദ്ദാം ഹുസൈൻ്റെ കാലത്തിന് ശേഷം ഉണ്ടാക്കിയിരിക്കുന്ന കരാർ പ്രകാരമാണ് ഇറാഖിൽ അമേരിക്കയുടെ സൈനികർ തുടരുന്നത്. അവിടെ വലിയ സൈനിക ബേസുണ്ട്. ഈ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടും ഇറാന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. അഥവാ ആദ്യഘട്ടത്തിൽ 2025 ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചത് ഇറാഖിലുള്ള അമേരിക്കയുടെ സൈനിക ബേസിൽ നിന്നാണ് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ മേഖല ലക്ഷ്യമാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇറാൻ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇറാൻ ഈ മേഖല ലക്ഷ്യമാക്കിക്കൊണ്ട് മിസൈൽ തൊടുത്ത് വിട്ടു എന്ന് മാത്രമല്ല, അവരുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് പൊട്ടിത്തെറിക്കുകയും ഒരു വിമാനം കത്തുകയും അതോടൊപ്പം തന്നെ 2 സൈനികർ കൊല്ലപ്പെടുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതൊന്നുമല്ല അവസാനിച്ചിട്ടില്ല. പിന്നെ ഏകദേശം 6 കൂടുതൽ ആക്രമണം നടത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും പിന്നീട് അമേരിക്ക ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടേ ഇല്ല. അവർക്ക് നഷ്ടങ്ങളും നാശങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അവർ പരസ്യപ്പെടുത്തുക അല്ലെങ്കിൽ അവർ വിളിച്ചു പറയുക എന്നുള്ളത് അവരുടെ രീതി അല്ലാത്തത് കൊണ്ട് അവരത് പറഞ്ഞിട്ടില്ല എന്ന് ചുരുക്കം. അപ്പോൾ അമേരിക്കയുടെ താവളങ്ങൾക്ക് നേരെ, അമേരിക്കയുടെ സൈനിക ബേസിന് നേരെ, അമേരിക്ക താമസിക്കുന്ന ഇടങ്ങൾക്ക് നേരെ, അവരുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ണർഷിപ്പുള്ള കമ്പനികൾക്ക് നേരെ, പിന്നെ അതേപോലെ തന്നെ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പല മേഖലകൾ, കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട്, പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ട്, അങ്ങനത്തെ പല മേഖലയിലൊക്കെ വലിയ രീതിയിൽ പണം ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ മേഖല കേന്ദ്രം ആക്രമിച്ചു. മാത്രമല്ല ഈ വിദേശ രാജ്യത്തുള്ള, പ്രത്യേകിച്ച് അമേരിക്കൻ രാജ്യങ്ങളുമായിട്ട് പാർട്ണർഷിപ്പുകൾ അല്ലെങ്കിൽ ഷെയറായിട്ടുള്ള ബാങ്ക് സംവിധാനം ഉണ്ടാവും. ഉദാഹരണത്തിന് സൗദി അമേരിക്കൻ ബാങ്ക്, സൗദി ബ്രിട്ടീഷ് ബാങ്ക്, സൗദി UAE ബാങ്ക്, USA UAE ബാങ്ക്, അങ്ങനെ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാങ്കുകൾ, അമേരിക്കയും അറബ് രാജ്യങ്ങളും ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓൾ ഇന്ത്യ സൗദി ബാങ്കുണ്ട്, ഓൾ ഇന്ത്യ UAE ബാങ്കുണ്ട്, ഓൾ ഇന്ത്യ ബഹ്റൈൻ ബാങ്കുണ്ട്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഫ്രാൻസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബന്ധമുള്ള ബാങ്കുകൾ, ഇതിനെല്ലാം ബാധിക്കപ്പെടുന്ന രീതിയിലേക്ക് ഇറാൻ യുദ്ധത്തിൻ്റെ സ്റ്റാറ്റസ് തന്നെ അങ്ങോട്ട് മാറ്റി. അതോടുകൂടി എന്തുണ്ടായി? വലിയ പ്രശ്നങ്ങളുണ്ടായി, വലിയ വിഷയങ്ങളുണ്ടായി, വലിയ നഷ്ടങ്ങളുണ്ടായി. ആ നഷ്ടം നികത്താൻ വേണ്ടി അമേരിക്ക സാധിക്കാതെ പോയി. ഇപ്പോൾ അമേരിക്കയുടെ ബേസുകൾ അമേരിക്കയുടെ എംബസികൾ, കോൺസുലേറ്റുകൾ അറേബ്യൻ രാജ്യങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നതിൽ അതിന് പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് ഇറാൻ്റെ ആക്രമണത്തെ പേടിച്ചുകൊണ്ടാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം, ഉപഗ്രഹങ്ങൾ
ചൈന വിൽപ്പന നടത്തുകയും അത് ഇറാൻ വാങ്ങുകയും അത് 2024 2024 ഈ സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെ ആക്രമിച്ചതിന് ശേഷം ഒരു കാര്യം ഇറാന് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും ഇതൊരു മേഖലാ യുദ്ധമായിട്ട് മാറും, ഇറാനെതിരെ തിരിയും എന്നുള്ളത്. അതിൻ്റെ മുന്നോടിയായിട്ട് ഇത് വരാൻ പോകുന്ന യുദ്ധത്തെ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്ത് 2024 ഉപഗ്രഹങ്ങൾ വാങ്ങുന്നത്. അത് പിന്നെ 2025 ഉപയോഗിക്കാൻ വേണ്ടി പറ്റി. 2026 നമ്മൾ നിൽക്കുന്ന വർത്തമാന കാലത്ത് നടന്ന ഭീകരമായിരിക്കുന്ന ആ യുദ്ധത്തിൽ ഉടനീളം ഇറാൻ വിജയിക്കാൻ വേണ്ടി സാധിച്ചത് ചൈനയിൽ നിന്ന് വാങ്ങിയ ഈ ഉപഗ്രഹമാണ് എന്നുകൂടിയാണ് ഫിനാൻഷ്യൽ ടൈംസ് പുറത്തിറക്കിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.